ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാവുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഓട്സ് കൊണ്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ദിവസത്തിൽ ഒരു നേരം ഓട്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ അല്ലേ. ഓട്സിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെ രുചികരമായിട്ട് കഴിക്കാവുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഓട്സും റവയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സും റവയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് മോര് ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ടാണ് മോര് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മോരില്ലെങ്കിൽ തൈര് ചേർത്താലും മതി കേട്ടോ. ഞാൻ 1/2 കപ്പ് ചേർത്തു. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ മോരിൻ്റെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓട്സും റവയും ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്നിങ്ങനെ കുതിരാൻ വെക്കണം കേട്ടോ. ഞാനിതിൽ 1/2 കപ്പ് മോരും 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിങ്ങനെ നുറുക്കിയെടുത്തു. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കി. കലക്കി വെച്ചതിനേക്കാളും ഒരല്പം കൂടി കട്ടിയായിട്ടുണ്ട് മാവ്. ഇനി ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നല്ല കട്ടിയാണ് ഈ മാവ്. ഇത്രയും കട്ടി വേണ്ട. വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ദോശമാവിൻ്റെ ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തവ അടുപ്പത്ത് വെച്ചത് ചൂടായി. മാവ് ഒഴിച്ച് നൈസായിട്ട് പരത്തിയെടുക്കും കേട്ടോ. ദോശയുടെ മുകൾ ഭാഗം ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്താണോ നിങ്ങൾക്കിഷ്ടം അത് തൂവി കൊടുക്കാം. ഇനി ഇത് മറിച്ചിടാം. 2 വശവും നന്നായി മുരിയിച്ചെടുക്കാം. ഇതിൽ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ചട്നിയോ സാമ്പാറോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാം കേട്ടോ. വെറുതെ കഴിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ചട്നിയോ സാമ്പാറോ വെളിച്ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും കേട്ടോ. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഓട്സിൻ്റെ ഒരു റോ ടേസ്റ്റ് ഇതിന് നമുക്ക് ഫീൽ ചെയ്യില്ല. രണ്ട് വശവും ഞാൻ നന്നായി മൊരിയിച്ചെടുക്കുക. അതാ നമ്മുടെ ഓട്സ് ദോശ റെഡിയായി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.